ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ഹെവി ലൈസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ കണ്ടക്ടർ ലൈസൻസ് ഉണ്ടോ, ബസ്സിന് പെർമിറ്റ് ഉണ്ടോ, അതായത് ഞങ്ങൾ അന്വേഷിക്കും. അത് ഞങ്ങൾ ഉത്തരവാദിത്തമായി മാറാൻ കാരണം ഇപ്പോൾ ഇവർ കാണിച്ച അതിക്രമമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, മാധ്യമപ്രവർത്തകരെ തന്നെ ഇന്ന് കൈയേറ്റം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഒരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഇന്നായിട്ടില്ല, പക്ഷേ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് അഭിമുഖീകരിക്കപ്പെടുന്നത്. നിങ്ങൾ യാത്രക്കാർ പറയാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. നമസ്കാരം. ഞങ്ങൾ 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത ചെയ്തായിരുന്നു. 3 വിദ്യാർത്ഥികളെ ഈ പറയുന്ന ഈ കച്ചേരിയുടെ ആറ്റിങ്ങൽ റോഡിൽ വെച്ച് ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഒരു ബസ് പോയി കഴിഞ്ഞായിരുന്നു. ആ വിദ്യാർത്ഥികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും ഉള്ള ഒരു സന്മനസ് കാണിച്ചില്ല. അതിനെ തുടർന്നാണ് ഞങ്ങൾ വാർത്ത ചെയ്തത്. ബസ്സുകാരോട് നമുക്ക് പ്രത്യേക ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഇടിച്ചിട്ട 3 വിദ്യാർത്ഥികളെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. അതിനാണ് നമ്മൾ വാർത്ത ചെയ്തത്. ആ വാർത്തയ്ക്ക് തൊട്ട് പിറകെ പോലീസ് അന്വേഷണം തുടങ്ങി. തുടർന്ന് ഈ നിൽക്കുന്ന ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിൽ ഓൺലൈൻ ഗതാഗതം നിരോധിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ബസ് ഉടമകളെല്ലാം കൂടി പോയി പോലീസിനെ കണ്ടിട്ട് എന്തൊക്കെ സ്വാധീനം ചെലുത്തി ആ ഒരു ഉണ്ട് എന്ന സംവിധാനം മാറ്റി. അതിനെ തുടർന്ന് ഇന്ന് രാവിലെ DYFI പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അവർ ബസ് തടഞ്ഞു. തുടർന്ന് വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഈ റോഡിൽ അരങ്ങേറിയത്. ബസ് തടഞ്ഞതിനെ തുടർന്ന് പുറത്തിറങ്ങിയ യാത്രക്കാർ നമ്മുടെ ടിക്കറ്റിൻ്റെ കാശ് ചോദിച്ചു. ആ കാശ് ചോദിച്ചപ്പോൾ നമ്മൾ ചില മാധ്യമപ്രവർത്തകർ ബസ്സിൻ്റെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ അത് കാശ് കൊടുക്കണം. അതിനെ തുടർന്ന് പുറകെ വന്ന എല്ലാ ബസ് ഇവിടെ വിട്ട് പണിമുടക്കായി. നാട്ടുകാരൊക്കെ വഴിയിലായി. PSC ടെസ്റ്റിൻ്റെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ ഇടപെട്ടിട്ട് അതിനോട് എന്താ പറയുക, ടിക്കറ്റ് എടുത്ത കാശെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് മാധ്യമപ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന സംഭവം കൂടി ഇവിടെ ഉണ്ടായി. നിങ്ങൾ യാത്രക്കാർ പറയാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഒരു കാര്യം കൂടി പറയാതെ വയ്യ. കാരണം 1990 സമയത്തൊക്കെ 95 സമയത്തൊക്കെ ആകെ 20-30 ബസ് മാത്രമേ നമ്മളെ പ്രീ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ സ്ഥലപരിമിതി അതാണ്. പക്ഷേ ഇപ്പോൾ
200ഓളം ബസ്സുകളാണ് തലങ്ങും വിലങ്ങും ഈ റോഡിൽ കൂടി ഓടുന്നത്. സമയക്രമം ഒന്നും പുനഃക്രമീകരിച്ചിട്ടില്ല. അനാവശ്യമായി പെർമിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ബസ്സുകളുണ്ട്, അവർക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അമിത വേഗതയും ഓവർടേക്കിംഗ് കാരണം ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ തെറ്റ് തിരുത്തേണ്ടത് നഗരസഭയാണ്. കാരണം അവരാണ് ഈ സമയക്രമം പുനഃക്രമീകരിക്കേണ്ടതും ബസ്സുകളുടെ എണ്ണം നിയന്ത്രിക്കേണ്ടതും. കാരണം ഒരുപാട് പേര് ആശ്രയിക്കുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകളാണ്. പക്ഷേ അവരുടെ ഒരുപാട് വിഷയങ്ങളുമുണ്ട്. അവർക്ക് ഓടിയെത്താൻ വേണ്ടി ഓടുന്ന ഓട്ടം കാര്യങ്ങളൊക്കെ ഒരുപാട് അപകടത്തേക്ക് എത്തിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവം ആദ്യമായിട്ടല്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്തൊരു അവസരം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ബസ്സുകാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചേട്ടാ, വളരെ നാടകീയമായ സംഭവങ്ങളായിരുന്നു. കാരണം ആ വിദ്യാർത്ഥികൾ ഇടിച്ചത് നമുക്കൊരു മാനുഷിക പരിഗണന തോന്നിയിട്ടാണ് നമ്മൾ വാർത്ത ചെയ്തത്. അതിനുശേഷമാണ് ഈ റോഡ് ഒൺവേ ആക്കിയത്. എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഇടപെട്ട കാര്യം? ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിലേക്ക് ഒരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ മത്സര ഓട്ടമൊക്കെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പാലസ് റോഡിലേക്ക് അങ്ങോട്ട് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കുള്ള ആ വേ തിരിച്ച് പ്രൈവറ്റ് ബസ്സുകൾ മാത്രം അതിലേക്ക് കടത്തിവിടാതെ ബാക്കിയുള്ള വാഹനങ്ങൾ കടത്തിവിടട്ടെ എന്നുള്ള രീതിയിൽ അവിടുത്തെ SHO ആയിട്ട് സംസാരിക്കുകയും അദ്ദേഹം അത് എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയുകയും വൈകുന്നേരം ആ ഒരു സർക്കുലർ നമുക്ക് ഇറക്കി തരികയും ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് പ്രൈവറ്റ് ബസ് കടത്തിവിടില്ല എന്നുള്ളൊരു സർക്കുലർ തരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പരീക്ഷണാർത്ഥം നമ്മുടെ പാലസ് റോഡ് വഴി ഈ കാണുന്ന റോഡ് വഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു പ്രൈവറ്റ് ബസ്സും കടത്തി വിട്ടില്ല ഇന്നലെ. പക്ഷേ ഇന്നലെ നമുക്കറിയാം, പാലസ് റോഡിലോട്ട് യാത്ര ചെയ്തവർക്കറിയാം, ഇന്നലെ യാതൊരു വിധത്തിലുള്ള തിരക്കോ ഈ പാലസ് റോഡിൽ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം ഞാൻ ചോദിക്കട്ടെ, ഈ വീണ്ടും ഒൺവേ പരിഷ്കാരം ഇന്നലെ ഉണ്ടാക്കി. ഇന്ന് രാവിലെ നിങ്ങൾ ആരോടും വിദ്യാർത്ഥി സംഘടനകളും ആലോചിച്ചിട്ടില്ല, ഈ പറഞ്ഞ ഞാൻ പോലീസുകാരോട് പോലും ആലോചിച്ചിട്ടില്ല പറയുന്നു. ശരിയാണോ? അത് ആരും ആലോചിക്കുക? ശരിയായിരിക്കാം. ഡിവൈഎഫ്ഐ ആണ് ഇത്തരത്തിലൊരു സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. പക്ഷേ ആ ഒരു സമരവുമായിട്ട് മുന്നോട്ട് വന്ന ഡിവൈഎഫ്ഐ ഈ ഒരു ആരുമായിട്ടാണ് അവർ ചർച്ച, ഈ ബസ് യൂണിയൻ അല്ലെങ്കിൽ ജീവനക്കാർ ആരുമായിട്ടാണ് ചർച്ച നടത്തിയതെന്ന് നമുക്കറിയത്തില്ല. നമ്മളുമായിട്ട് അത്തരത്തിലൊരു ചർച്ചയോ ഒന്നും തന്നെ നടത്താതെയാണ് അവർ ഇന്ന് രാവിലെ മുതൽ ഈ ഒരു വേ ലംഘിച്ചുകൊണ്ട് ഇതിലേക്കൂടെ പ്രൈവറ്റ് ബസ് വരികയും നമ്മൾ ഇന്ന് പോയ ഒരു ബസ്സിനെ, ഒരു ബസ് എന്ന് പറയുന്ന ഈ ഒരു ബസ്സിനെ, ആദ്യം വന്ന ബസ്സിനെ ഇവിടെ തടയുകയും അതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞ് ഇത് എന്താണ് സംഭവമെന്ന് അവരുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നമ്മളിവിടെ തടയുകയും അപ്പോൾ തന്നെ ഇവിടുത്തെ യൂണിയൻ പ്രവർത്തകർ വന്ന് മിന്നൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോടതി വിധിയൊക്കെ ഉള്ളതാണ് ഇത്തരത്തിലൊരു വർക്കിംഗ് ഡേയിൽ ഈ ഒരു മിന്നൽ PSC പരീക്ഷ ഉള്ളതാണ്. പലയിടങ്ങളിൽ വക്കം പോലുള്ള പ്രധാനപ്പെട്ട പ്രൈവറ്റ് ബസ്സുകൾ മാത്രം പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ സ്കൂളുകളും കാര്യങ്ങളും ഉണ്ട്, PSC ടെസ്റ്റ് ഉണ്ട്. അതൊന്നും നടക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അത് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം അവർ കാണിക്കണം, ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇതിന് ഒരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഇന്നായിട്ടില്ല. പക്ഷേ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് അഭിമുഖീകരിക്കപ്പെടുന്നത്. ഇന്ന് PSC ടെസ്റ്റ് ഉണ്ട്. അല്ലാതെ യാത്രക്കാർക്ക് മിന്നൽ പണിമുടക്ക് കാരണം യാത്രക്കാർക്ക് ഒരുപാട് ദുരിതമുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് ബന്ധപ്പെട്ട നേതൃത്വവുമായി ആലോചിച്ച് 2 ദിവസത്തിനുള്ളിൽ ഇതൊരു നയപരമായ കാര്യമാണ്, സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നിയമപരമായ പ്രശ്നമാണ്. അങ്ങനെ മാത്രമേ ഇതിനൊരു അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയൂ. ഉണ്ണി, ഈ പറയുമ്പോൾ ധാർഷ്ട്യമല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, മാധ്യമപ്രവർത്തകരെ തന്നെ ഇന്ന് കൈയേറ്റം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ഈ വൺവേന്ന് കയറി വന്ന ബസ് മാത്രമേ നമ്മൾ തടഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവരെ ബസ് ഓപ്പറേറ്റേഴ്സ് ഇവിടെ വന്നിട്ട് എല്ലാ ബസ്സും ഇവിടെ ചവിട്ടിയിട്ട് ആൾക്കാരെ, പൈസ മേടിച്ച ആൾക്കാരെ, ടിക്കറ്റ് മേടിച്ച ആൾക്കാരെ ഇവിടെ ഇറക്കിയത് മാധ്യമപ്രവർത്തകർ ചോദിച്ചതിനാണ് അവരെ കൈയേറ്റം ചെയ്തത്. അത് നിങ്ങൾ തന്നെ കണ്ട ഒരു വിഷയമാണ്. അപ്പം അതൊരു ശരിയായ ഒരു ഇതല്ല. ഇത് ഇനി ആവർത്തിക്കരുത്. ഒരു കാര്യം കൂടി പറയാതെ വയ്യ. കാരണം ഈ സ്വകാര്യ ബസ്സുകളുടെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഞങ്ങൾ വിസ്മയ ന്യൂസ് വഴി വാർത്ത ചെയ്തിട്ടുണ്ട്. അവർ വണ്ടിക്കകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അവരുടെ ഓട്ടത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ വാർത്തയുണ്ട്. പക്ഷേ ഇന്ന് കാണിച്ചത് അതിക്രമമായിപ്പോയി. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെയാണ് അവർ തല്ലിയത്. അത് മാത്രമല്ല, ആ ഒരു 3 വിദ്യാർത്ഥികളെ തട്ടിയിട്ട കേസിൻ്റെ പുറകിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. പരിഹരിക്കാൻ പറ്റാവുന്ന കാര്യമായിരുന്നു. ഇന്ന് ഇത് കാരണം മലഞ്ഞത് 1000-ഓളം യാത്രക്കാരാണ്. PSC ടെസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ഇന്നിവർ കാണിച്ച അതിക്രമമാണ്. അത് മാത്രമല്ല, ഞങ്ങളെയൊക്കെ ഒരുപാട് രീതിയിൽ ആക്രമിക്കാനൊക്കെ അവർ ശ്രമിച്ചു. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നാളെ മുതൽ നമ്മളെ നിരീക്ഷണം ശക്തമാക്കും. കാരണം ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ മതിയായ രേഖകൾ മാത്രം ഉണ്ടോ എന്നുള്ള കാര്യം ഞങ്ങളും പോലീസിനെ അറിയിക്കും. ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ഹെവി ലൈസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ കണ്ടക്ടർ ലൈസൻസ് ഉണ്ടോ, ബസ്സിന് പെർമിറ്റ് ഉണ്ടോ, കാര്യങ്ങൾ ഞങ്ങളും അന്വേഷിക്കും. അത് ഞങ്ങൾ ഉത്തരവാദിത്തമായി മാറാൻ കാരണം ഇപ്പോൾ ഇവർ കാണിച്ച അതിക്രമമാണ്. വിസ്മയസ് വേണ്ടി ക്യാമറ റജിനൊപ്പം സൈനിങ് ഓഫ്.